പാവനാശമാണ്. പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ലോക മാപ്പിൽ തന്നെ വർക്കല ബീച്ച് ഉൾപ്പെടുത്തിയതാണ്. വളരെ നല്ലൊരു സ്ഥലമാണ്. ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളാണ്. വർക്കല ബീച്ച് എന്ന് വെച്ചാൽ ലോകത്ത് തന്നെ അറിയുന്നൊരു ബീച്ചാണ്. വളരെ എല്ലാവർക്കും അറിയാം. നല്ല അടിപൊളി സ്ഥലങ്ങളാണ്. ഒരുപാട് പ്രവർത്തനമുണ്ട്. എന്നാലും നമ്മൾ കുറച്ച് നിങ്ങൾക്ക് വേണ്ടി പാർട്ടി തരാം. വളരെ ഒരു മനോഹരമായിട്ടുള്ള ഒരു ബീച്ചാണ്. ഇന്ന് ലോക മാപ്പിൽ തന്നെ ചേർത്തിട്ടുണ്ട് വർക്കല ബീച്ചിനെ കുറിച്ച്. ലോക മാപ്പിലുള്ള ഒരു ബീച്ചാണ്. അതിൽ ഫോറിനേഴ്സ് എല്ലാവരും യൂറോപ്യൻ കൺട്രീസ് അല്ലാതെ നമ്മളെ ഈ ഇന്ത്യയുടെ അകത്തു നിന്നുള്ള എല്ലാ ജനങ്ങളും ഒരുപാട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് വർക്കല ബീച്ച് എന്ന് പറയുന്നത്. വളരെ മനോഹരമായ ബ്യൂട്ടിഫുൾ സ്ഥലമാണ് വർക്കല. ഒരു പ്രത്യേക പ്രകൃതിയാണ്. കാര്യം ഇവിടെയൊക്കെ നമ്മൾ കാണാനൊക്കെ ഒരുപാട് ഉണ്ട്. ഒരുപാട് കടലും അതുമായിട്ടുള്ള സ്ഥലമാണ്. നല്ല സുന്ദര സ്ഥലം കൂടെയാണ് വർക്കല ബീച്ച് എന്ന് പറയുന്നത്. വർക്കല ബീച്ച് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് നമുക്ക് പ്രവർത്തനമുണ്ട്. ഒരുപാട് കോർണക്ഷനും വന്ന് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പേര് വരുന്നുണ്ട്. ആദ്യം കോർണക്ഷനാണ് വന്ന് തുടങ്ങിയിട്ടുള്ളതായിരുന്നു. ഇംഗ്ലീഷുകാരന് ഒരുപാട് വരുന്നത്. ഇപ്പം അല്ലാതെ നമ്മളെ ഇന്ത്യയുടെ പല സംസ്ഥാനത്തു നിന്നും ഒരുപാട് പേര് വരുന്നുണ്ട്. കാണാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. നല്ല ഒരു പ്രകൃതിയാണ്. വളരെ കടലുമായിട്ടുള്ള ബന്ധമായിട്ടുള്ള നല്ലൊരു മനോഹരമായിട്ടുള്ള ഇത്രയും വളരെ ബ്യൂട്ടിഫുൾ സ്ഥലങ്ങളാണ്. വളരെ കണ്ടില്ല. ഇതൊക്കെ നല്ല കാണാൻ ഒരുപാടുണ്ട്. കടലും കാര്യങ്ങളും ഒക്കെ ഉള്ള സ്ഥലങ്ങളാണ്. അപ്പം നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോകൾ ഇട്ട് തരുന്നുണ്ട്. കാര്യം എന്ന് വെച്ചാൽ വർക്കല ബീച്ചിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ലോക മാപ്പിൽ തന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. കാര്യം എന്ന് വെച്ചാൽ മാത്രമല്ല എല്ലാം ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ശൈലിയാണ്. വർക്കല ബീച്ച് എന്ന് പറയുന്നത് നമുക്ക് എത്ര എടുത്താലും ഒന്നും മതിയാവില്ല. ആ രീതിയിലുള്ള ഒരു സ്ഥലമാണ്. ഒരുപാട് ഫോറിനേഴ്സും ഒരുപാട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. ഇപ്പോൾ ഈ വർക്കല ബീച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഇതൊരു പാർക്കാണ്. പിള്ളേർ കളിക്കുന്ന ഒരു പാർക്കാണ്. അത് ഒരുപാട് സംഭവങ്ങളുണ്ട്. കാര്യം മാത്രമല്ല നമ്മൾ ഒരുപാട് പറയാനും ഒക്കെ ഉള്ള കാര്യങ്ങൾ. സ്ഥലങ്ങളാണ്. നമുക്ക് കടലും ഇതെല്ലാം കൂടെ ഒരുമിച്ച് കിടക്കുന്ന ഒരു കാര്യമാണ്. ഈ ബീച്ചിനെ കുറിച്ച് നമ്മൾ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. എല്ലാവർക്കും അറിയുന്നതാണ് കാര്യം. വർക്കല ബീച്ചിനെ കുറിച്ച് വർക്കല പാവനാശം എന്ന് പറയുന്ന ലോക മാപ്പിൽ തന്നെ ഒരുപാട് സംഭവങ്ങൾ ഉള്ളതാണ്. വളരെ നല്ല കാഴ്ചകളുമായിട്ട് ഒരുപാട് പേര് വന്ന് എൻജോയ് ചെയ്യുന്ന സ്ഥലമാണ് വർക്കല ബീച്ച്. മനോഹരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും മറ്റും ഉള്ളതാണ്. നമ്മൾ എത്ര പറഞ്ഞാലും മതിയാവില്ല. വർക്കല ബീച്ചിനെ കുറിച്ചൊക്കെ നമ്മൾ എത്ര പറഞ്ഞാലും ഒന്നും ആവില്ല. അത് വളരെ ഒരു മനോഹരമായിട്ടുള്ള ഒരു പ്രകൃതിയാണ്. ഈ പ്രകൃതിയെക്കുറിച്ച് നമുക്ക് കടലും വളരെ ഒരു ബ്യൂട്ടിഫുൾ സ്ഥലങ്ങളാണ്. ഒരുപാട് നമുക്ക് വാർത്താനുണ്ട്. നല്ല ഒരു ഇതാണ്. കടലുമായിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ സ്ഥലങ്ങളൊക്കെ നമുക്ക് വളരെ എന്ത് പറഞ്ഞാലും ശരിയാണ്. എന്തായാലും മനോഹരമായ പടച്ചനെ അറിഞ്ഞു തന്നൊരു സ്ഥലങ്ങളാണ് വർക്കല ബീച്ച് എന്ന് പറയുന്നത്. ഇനി ഒരുപാട് ഫോറിനേഴ്സും കാര്യങ്ങളൊക്കെ വന്ന് വരുന്നതാണ്. ഇത് വളരെ അത് മാത്രമല്ല ഇന്ത്യയുടെ പല സംസ്ഥാനത്തു നിന്നും ഒരുപാട് പേര് വരുന്നുണ്ട്. ഇപ്പം ഇന്നും മറ്റേ സീസണിലാണ് ഇംഗ്ലീഷുകാർ വരുന്നത്. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ എന്നും സീസണാണ്. ഈ ടൈമിൽ ഇപ്പോൾ ഒരുപാട് സീസണാണ്. ഇതിപ്പം എല്ലാവരും വരുന്നുണ്ട്. മറ്റുള്ള സംസ്ഥാനത്തു നിന്നൊക്കെ ആൾ വരുന്നുണ്ട്. വളരെ എന്നും സീസണാണ് ഇവിടെ. മറ്റേ അങ്ങനെയല്ല. ഫോറിനേഴ്സ് വരുമ്പോഴാണ് സീസൺ കൂടുതൽ വരുന്നത്. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം എല്ലാം മറ്റുള്ള സംസ്ഥാനത്തു നിന്ന് ഒരുപാട് പേര് ഒത്തിരി പേര് വരും. ആ രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങളും മറ്റുമൊക്കെ ഉള്ളൊരു ബീച്ചാണ്. വളരെ ബ്യൂട്ടിഫുൾ ബീച്ചാണ്. എൻ്റെ അടുത്താണ്. അതും കൂടെയാണ്. അത് വളരെ ഒരു മനോഹരമായിട്ടുള്ള ഒരു ഇതാണ്. ഈ വീഡിയോ ഞാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. എന്നാലും കുറച്ച് ഭാഗമാണ് നിങ്ങളെ ഞാൻ കാണിക്കുന്നത്. വളരെ ഒരു മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ആ രീതി കണ്ടില്ല. ഈ പ്രകൃതി വളരെ അലങ്കരിച്ച സ്ഥലമാണ്. കടലും എല്ലാം ഇപ്പോൾ അങ്ങ് വരെ ഉണ്ട്. ഈ എവിടെ ചെന്നാലും അങ്ങറ്റം വരെ ഒരുപാട് പേര് വരുന്നുണ്ട്. വളരെ സന്തോഷമാണ്. കാര്യം നമ്മൾ വർക്കല എന്ന് പറയുന്നതിൽ ഇപ്പോൾ ലോകത്തിൻ്റെ
ആ മാപ്പിൽ തന്നെ ലോക ബീച്ചായിട്ട് അംഗീകരിച്ചിട്ടുണ്ട് വർക്കല എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും വളരെ പവർഫുള്ളുള്ള ഒരു സ്ഥലമാണ് വർക്കല എന്ന് പറയുന്നത്. നമുക്ക് എത്ര വന്നാലും മതിയാവില്ല. ഇവിടുത്തെ വളരെ ഒരു സുഗന്ധമായ കാറ്റാണ്, പ്രകൃതി അനുകരിച്ചൊരു കാറ്റാണ്. അത് നമുക്ക് എത്ര കണ്ടാലും മതിയാവില്ല, ആ രീതിയിലുള്ളതാണ്. ഓക്കെ, ഞാൻ നിങ്ങളെ നോക്കാൻ പോയി വീണ്ടും നമുക്ക് അടുത്ത ഒരു വീഡിയോ നോക്കി വരാം. ഷോർട്ട് ആൻഡ് പ്രയർ.